അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധമായ റമദാൻ മാസവും പ്രാർത്ഥനയും. നാം ഓരോരുത്തരും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പരിശുദ്ധമായ ഈ റമദാൻ മാസത്തിൽ നമ്മെ എത്തിച്ചതിനു വേണ്ടിയും അടുത്ത റമദാൻ മാസം വരെ നമ്മെ നിലനിർത്തുവാനും അടുത്ത റമദാൻ മാസത്തിലേക്ക് നമ്മെ എത്തിക്കുവാനും ധാരാളം അമലുകൾ ചെയ്യുവാനും ഇബാദത്തുകൾ ചെയ്യുവാനും നാം ചെയ്തു പോയ പാപങ്ങളുടെ കറ നീക്കിക്കളയുവാൻ വേണ്ടിയും നാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നിരന്തരം ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. ധാരാളം ഇബാദത്തുകൾ ചെയ്യുവാനും നോമ്പ് പൂർത്തിയാക്കുവാനുമുള്ള ആരോഗ്യത്തിന് വേണ്ടിയും നാം ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. ഒരു വ്യക്തിയിലേക്ക് പരിശുദ്ധമായ റമദാൻ മാസം വന്നെത്തുകയും അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടാതിരിക്കുകയും ചെയ്താൽ അവന് നാശം എന്നൊരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം ദുആ ചെയ്യുകയും അതിന് ആമീൻ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് നാം ഓരോരുത്തരും പരിശുദ്ധമായ റമദാൻ മാസത്തിൽ നമുക്ക് കിട്ടുന്ന അവസരങ്ങളെ നാം പാഴാക്കി കളയാതെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമുക്ക് കിട്ടുന്ന ഓരോ നിമിഷവും നാം പൊറുക്കലിനെ തേടിക്കൊണ്ടേയിരിക്കണം. നാം ചെയ്തു പോയ പാപങ്ങളെ പുറത്തു തരുവാനും നമ്മുടെ പാപങ്ങളുടെ കറ നീക്കി കളയുവാനും നമ്മെ സ്വർഗാവകാശികളാക്കുവാനും വേണ്ടി നാം നിരന്തരം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിക്കുന്ന ദിക്റുകളിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റാണ് അല്ലാഹുമ്മ ഇന്നി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക. അല്ലാഹുവേ, എനിക്ക് ധാരാളം ദിക്റുകൾ ചൊല്ലുവാനും ധാരാളം ഇബാദത്തുകൾ ചെയ്യുവാനും നിനക്ക് നല്ല രീതിയിൽ നന്ദി പ്രകടിപ്പിക്കുവാനുമുള്ള കഴിവ് നീ നൽകണേ അല്ലാ, നീ എന്നെ സഹായിക്കണേ തമ്പുരാനെ. നാം എപ്പോഴെങ്കിലും ഒരു കാര്യം ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭവനമായ കഅബാലയം ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ നബി അലൈഹിസ്സലാമും പണിയുമ്പോൾ അവർ പോലും ദുആ ചെയ്തു, റബ്ബനാ തഖബ്ബൽ മിന്നാ. നാം ചെയ്യുന്നത് വളരെ മഹത്വരമായ കർമ്മമാണ് റബ്ബേ, അത് നമ്മളിൽ നിന്ന് നീ സ്വീകരിക്കണേ അല്ലാ. അവർ പോലും ഇങ്ങനെ ദുആ ചെയ്തെങ്കിൽ നമ്മുടെ നോമ്പും നിസ്കാരവും സൽക്കർമ്മങ്ങളും ദാനധർമ്മങ്ങളും ഇബാദത്തുകളും സ്വീകരിക്കുവാൻ വേണ്ടി നാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യാതിരിക്കുന്നതിൽ എന്താ അർത്ഥമാണുള്ളത്? ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളുടെ ദുആ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ നോമ്പും ഇബാദത്തും നിസ്കാരവും സൽക്കർമ്മങ്ങളും ദാനധർമ്മങ്ങളും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. നമുക്ക് ഓരോരുത്തർക്കും ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മെ എല്ലാവരെയും പരിശുദ്ധമായ റമദാൻ മാസം കൊണ്ട് വിജയിച്ചവരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം.